പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ച മേഖലകളെല്ലാം ഈശോയുടെ ഒരു ഇടപെടൽ. അതുപോലെ തന്നെ ഇന്ന് ദിവികാരുണ്യ ഈശോയെ സ്വീകരിച്ചു എന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2 തവണയെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ചോദിക്കുകയായിരുന്നു, നീ കാലത്ത് കുർബാന സ്വീകരിച്ചു എന്ന് ദിവസത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് പിന്നെ ചിന്തിച്ചായിരുന്നോ? അവൻ പറയുകയാണ്, കാലത്ത് കുർബാന കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഓട്ടം, പിന്നെ പിറ്റേ ദിവസം കുർബാനയ്ക്ക് വരുമ്പോഴാണ് കുർബാന സ്വീകരിക്കേണ്ട കാര്യം തന്നെ. അങ്ങനെയല്ല, നമ്മൾ ഈശോയെ ഉച്ച സമയമാകുമ്പോൾ നമ്മളൊന്ന് ദൈവമേ ഇന്ന് കാലത്ത് ഈശോയെ സ്വീകരിച്ചതാണ്, രാത്രി കിടക്കണകളും ഈശോയെ ഇന്ന് അങ്ങേ സ്വീകരിച്ചതാണെന്ന് പറഞ്ഞൊരു ആത്മശോധന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ച ഒരു ഉച്ചയോട് കൂടിയൊക്കെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഈശോയെ സ്വീകരിച്ചിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം എനിക്ക് നയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10:10. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അല്ല, പിശാചിന് പറയണതാണ് അല്ലേ, കള്ളൻ വരുന്നത്. അവൻ മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. എന്തൊക്കെയാണ്? നമ്മുടെ സമയം മോഷ്ടിക്കുന്നു, അല്ലേ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നു. അതായത് പിശാച് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമയം കൊല്ലിയായിട്ടും, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിള്ളേർ പറയുമായിരുന്നു വെച്ചാൽ ഓൺലൈൻ ഫുട്ബോൾ ഗെയിം. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഫുട്ബോൾ ഓൺലൈനിൽ ഈ മൊബൈലിൽ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് സംഭവം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും, ശരീരത്തെ തന്നെ നശിപ്പിച്ച് കളയാൻ. എന്നിട്ട് പറയുന്നത്, ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും, ജീവൻ്റെ സമൃദ്ധി, ഒരു ആനന്ദത്തിൻ്റെ, അതായത് എനിക്കാനന്ദമുണ്ടേ, സന്തോഷമുണ്ടേ, മനുഷ്യൻ്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താൽ. വചനത്തിന് ജീവൻ നൽകാനുള്ള ശക്തിയുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊരു ദിവസം ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും സമയം നമുക്ക് വചനം, അതായത് കുടുംബ പ്രാർത്ഥനയുടെ സമയമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് വചനം പഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.